മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കൾ തുതിത്ത ഹബീബുള്ള മംഗൾ കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ആകെ പടച്ചോന്റെ ആദിമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗറുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകർ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട് പുഞ്ചിരി തൂകുന്നു ചുറ്റിലും നോക്കുന്നു പോതും പഴുതുമടക്കുന്നേ പഴുതും നടക്കുവാൻ ശീലത്തുണ്ടില്ല പാദവിരൽ കൊണ്ടവർക്കുന്നേ ആകെ പടച്ചോന്റെ ആദിമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു അത് കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടരാകുന്നു മൂർഖൻ പാവന്നോടക്കാലിൽ കടിക്കുന്നു മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ വേദന മാറുന്നില്ല പൊട്ടിയൊഴുകിയ കണ്ണോണി തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ ആകെ പടച്ചോന്റെ ആദിമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്ന് എന്ത് തിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എന്റെ മനതാറിൽ വേദന തിങ്ങുന്ന് എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് മുഅ്മിനി പുരട്ടി നബി സിദ്ദീഖോരെ ഉഗ്രവിഷമിറക്കി ആകെ പടച്ചോന്റെ ആദിമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനെന്നുള്ള സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ളാഹ് മംഗകൾ കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും.